ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും പഠനത്തിരക്കിലായിരിക്കുമെന്ന് കരുതുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒത്തുചേരുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് നമ്മൾ PSC പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ ചില തിരക്കുകളും കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം തുടർന്ന് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല. അതിന് ആദ്യം ക്ഷമ ചോദിക്കുന്നു. ഓൾറെഡി നമ്മൾ LP UP എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി പഠിക്കാം. പിന്നെ കൂടാതെ ഇപ്പോൾ ടെക്സ്റ്റുകളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് പുതിയ പാഠപുസ്തകങ്ങൾ പരമാവധി ശേഖരിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ PSCക്ക് പഠിക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ഏരിയയും അത്രയും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഏത് PSCയും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു എക്സാം എഴുതി അല്ലെങ്കിൽ നമ്മൾ നന്നായി പഠിച്ചിട്ട് പോയി എഴുതിയത് നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട. നമുക്കൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നമുക്ക് കിട്ടും. ആ സമയം വരെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. പ്രയത്നിക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടു എന്ന് പിന്നീട് വിഷമിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. സമയമാകുമ്പോൾ നമുക്കത് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങളുമായിട്ട് കുറേ കാലത്തിന് ശേഷം ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ PG കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെസർട്ടേഷൻ്റെ ഭാഗമായിട്ട് കൽപ്പാത്തി അഗ്രഹാര ഗ്രാമങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയിലെ പൈതൃക ഗ്രാമത്തെക്കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള പാലക്കാട് ഒലവക്കോട് ഭാഗത്തുള്ള പൈതൃക മ്യൂസിയത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ മോളുണ്ട്. മോളാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. ആ പൈതൃക മ്യൂസിയത്തിൽ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവർക്ക് അതൊരു കാണാനൊരു അവസരം. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ പൈതൃക മ്യൂസിയത്തിൽ പോണേ. ഇവിടെ തന്നെയാണ്, അടുത്തന്നെ ആണെങ്കിൽ കൂടി ഞാനും ആദ്യമായിട്ടാണ് പൈതൃക മ്യൂസിയത്തിൽ പോണേ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഭാഗം ഇതുവരെ കാണാൻ അവസരം ലഭിക്കാത്ത ആൾക്കാർക്ക് കൂടി ഒരു അവസരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ പഠിത്തമൊക്കെ നന്നായി നടക്കുന്നുണ്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് പൈതൃക മ്യൂസിയം എത്തിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം. അപ്പം ഞങ്ങൾ പൈതൃക മ്യൂസിയത്തിൻ്റെ ഉള്ളിലെത്തി. അവിടെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ കൽപ്പാത്തി നമ്മുടെ ഈ പൈതൃക മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് പോകാൻ ആദ്യം ടിക്കറ്റ് എടുക്കണം. ക്യാമറയ്ക്കും അതുപോലെ ആൾക്കും ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഫോൺ ക്യാമറ ആണെങ്കിൽ കൂടി ടിക്കറ്റ് ആവശ്യമുണ്ട്. ഞങ്ങൾ രണ്ടിനും കൂടി 290 രൂപ അടച്ച് ടിക്കറ്റ് എടുത്തു. പൈതൃക മ്യൂസിയത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യം നമ്മൾ ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അവർ വലിയ സ്ക്രീനിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിലവിലുള്ള വിവിധ തരം കലാരൂപങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു വീഡിയോ ആ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓരോ പരിപാടിയെ കുറിച്ചിട്ടും അവിടെ നമുക്ക് വിശദമാക്കി തരാൻ ഗൈഡുണ്ട്. അയ്യപ്പൻ പാട്ട്, ദഫ്മുട്ട്, കോൽക്കളി, പരിചമുട്ട്, പൂതനന്തെറി, അറബനമുട്ട്, ഇത് കന്യാർകളി, പഞ്ചവാദ്യം, ഇത് നമ്മുടെ കൽപ്പാത്തി പുഴയാണ്. അഗ്രഹാരം, നമ്മുടെ കൽപ്പാത്തിയിലെ അഗ്രഹാരമാണ് ഈ കാണുന്നത്.
പാലക്കാടിലെ ചില പ്രദേശങ്ങളാണതൊക്കെ. പഞ്ചവാദ്യം, ഇത് കാവയാണ്, മലമ്പുഴയിലെ കാവ. പൊറാട്ടു നാടകം, പുള്ളുവൻ പാട്ട്, ഇത് നമ്മുടെ പൈതൃക മ്യൂസിയത്തിന് ഉള്ളിലുള്ള ഭാഗങ്ങളാണ്. ഓരോന്നിനെക്കുറിച്ചും ഈ മ്യൂസിയത്തിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളൊക്കെ ഒന്ന്
അപ്പോൾ നമ്മുടെ കൽപ്പാത്തിയിലെ പൈതൃക മ്യൂസിയത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഏകദേശം അവസാനിക്കാറായി. ഇതുവരെ പൈതൃക മ്യൂസിയത്തിൽ പോകാൻ സാധിക്കാത്തവർ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ അറിയിക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. മോശമാണെങ്കിൽ അതും പറഞ്ഞോളൂ കേട്ടോ, കമൻറ്റ് ഇട്ടോളൂ. മകളാണ് വീഡിയോ എടുത്തത് കേട്ടോ, ഫുൾ വീഡിയോ മകളാണ് എടുത്തത്. ഇതാണ് മകൾ കേട്ടോ. ഈ സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഉപകരണങ്ങളുടെയും ശബ്ദം നമുക്ക് അതിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. അപ്പോൾ മോൾ അതിലെ ഓരോന്നും എടുത്ത് മാറ്റി മാറ്റിയിട്ട് നോക്കുകയാണ്. അതിൽ ശബ്ദങ്ങൾ ഓരോ വാദ്യോപകരണങ്ങളുടെയും സംഗീതോപകരണങ്ങളുടെയും ശബ്ദം നമുക്കതിൽ പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ഇത്രയും നേരം ഈ വീഡിയോ കാണാൻ ശ്രമിച്ചു നിന്നതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ PSC പഠിക്കുന്നവരാണ് ഇത് കാണുന്നതെങ്കിൽ നന്നായി പഠിച്ചോളാം. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. നമ്മൾ ശ്രമിക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് ലഭ്യമാകാൻ ഇരുന്നിരുന്നത് കൈവിട്ട് കളയരുത്. പരമാവധി ശ്രമിക്കുക. നമുക്ക് PSC എഴുതാൻ ഒരു ലാസ്റ്റ് ഏജ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഏജ് വരെ നമ്മൾ കഠിനം പ്രയത്നം ചെയ്യുക. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് എനിക്ക് കിട്ടാഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയിരുന്നു എന്ന് ദുഃഖിക്കുന്നേക്കാൾ നല്ലത് നമ്മുടെ ഏജ് ഓവർ ആവണ വരെ നമുക്കൊരു ഗവൺമെൻറ് ജോബ് നേടണം എന്ന വാശിയോട് കൂടി തന്നെ പഠിക്കാം. ഞാൻ എന്തായാലും പരാജയപ്പെട്ട് പിന്മാറില്ല, ഉറപ്പായും ഞാൻ ആ ഗവൺമെൻറ് ജോലി നേടിയിരിക്കും എന്നുള്ള വാശിയോട് കൂടി ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കുള്ളതാണ് അത്, ആ ഒരു ജോലി. അല്ലെങ്കിൽ നമ്മൾ ഏത് ജോലിയാണോ ആഗ്രഹിക്കുന്നത് അതെനിക്ക് കിട്ടണം, എനിക്ക് അതിലൊരു പോസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ച് മനസ്സിൽ ഉറച്ച തീരുമാനത്തോടു കൂടി ഡെയിലി രാവിലെ എഴുന്നേൽക്കുക, ടൈം ടേബിൾ വെച്ച് പഠിക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുതുതായി മാറി വന്ന ടെക്സ്റ്റ് ബുക്കുകൾ നന്നായി വായിച്ച് മനസ്സിലിരുത്തി വായിച്ചു പഠിക്കുക. അതിൽ നിന്നാണ് ഭൂരിഭാഗം ചോദ്യങ്ങൾ വരുന്നത്. ഒപ്പം തന്നെ ഒരു ദിവസം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്തു പഠിക്കുകയും വേണം. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി.